എന്ത് മാങ്ങാത്തൊലിയാണ് ഇവന്മാരി എഴുതി വെച്ചേക്കുന്നത്. ഓടക്കണം മൂട്. 2025 ദിവസം തന്നെ അവർ ഇത്രയും കിടിലനാക്കിയാണ് നമുക്ക് ഓരോരുത്തർക്കും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് തന്നിട്ടുള്ളത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് നമുക്ക് വേറെ ആരുടെയും ഭാഗത്ത് നമുക്ക് ലഭിക്കില്ല. കാരണം അതിൽ ആ കുടിയുള്ള മികവ് പുലർത്തുന്ന ഒരേ ഒരു വ്യക്തികൾ അത് സോണി തന്നെയാണ്. കാരണം അതാണല്ലോ നമ്മൾ ഇതുവരെ SSU എന്ന് പറഞ്ഞിട്ടുള്ള സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ. അപ്പോൾ എല്ലാവരും പോന്നോ, ഞാൻ നിങ്ങളുടെ ന്യൂ ഇയർ ഞാൻ കുളമാക്കി തരാം. കാരണം അത്രയും കിടിലനായിട്ടുള്ളൊരു പടം തന്നെയാണ് ക്രേവൺ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അപരാധം തന്നെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഒരു കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആശ്വസിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു 2025 അല്ലെങ്കിൽ 2025 മുതൽ നമുക്ക് എന്താണെങ്കിലും സോണിയുടെ ഈ ഒരു പരിതാപകരമായിട്ടുള്ള യൂണിവേഴ്സ് ആയിട്ടുള്ള സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് നമുക്ക് കാണണ്ട. എൻ്റെ പൊന്നോ, താങ്ക് യു മൈ ഗോഡ് സോ മച്ച്. ഇപ്പം ഇതുവരെ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ മാറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ SSUവിൻ്റെ അവസാനത്തെ സിനിമയാണ് ക്രേവൺ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ആ ഒരു ലൈസൻസ് മാർവലിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും സോണി അങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് എന്താണെങ്കിലും തോന്നുന്നില്ല. ആൻഡ് ഇനി എടുത്ത് പറയേണ്ടത്, ഇത് അത്ര മോശം പടമാണോ എന്ന് ചോദിച്ചാൽ SSU സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ മാഡം വെബിൻ്റെ സ്റ്റാൻഡേർഡ് തകർക്കാൻ സാധിച്ചിട്ടില്ല. കാരണം മാഡം വെബാണ് അബ്സല്യൂട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളൊരു പടം. സോ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല. ഇത് മാഡം വെബും അതുകൂടാതെ മോർബിയസിൻ്റെയും ഒരു പടി മുകളിലേ നിൽക്കുള്ളൂ. അന്നും പറഞ്ഞ് ഇതൊരു കിടിലം പടമെന്ന് ഞാൻ പറയില്ല. കാരണം ആ രണ്ട് പടങ്ങളും ഏത് ലെവലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് തന്നെയാണ്. അത്രയും കൂറ ലെവൽ ആയിട്ടില്ലെങ്കിലും ഇത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു പടം തന്നെയായിട്ട് എനിക്ക് തോന്നി. സോ അത് ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ ക്രേവൺ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള SSUവിൻ്റെ അവസാനത്തെ പടത്തിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ചാനലിനെ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ അപരാധമായിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മുമ്പിലേക്ക് എനിക്ക് കൊണ്ടുവന്ന് തരാൻ സാധിക്കുള്ളൂ. സോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങളും എൻ്റെ പല വീഡിയോസും കാണുന്നത് തന്നെയായിരിക്കും. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷേ അത് നമ്മുടെ ഈ ഒരു ചാനലിനെ വളർത്താൻ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്കറിയാം എന്ത് വേണോ എന്നുള്ളൊരു കാര്യം. സോ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക. 2025 ആണ്. നമുക്ക് ആ ഒരു 100K എന്ന് പറഞ്ഞ ഗോളിൽ നമുക്ക് ഈ വർഷമെങ്കിലും നമുക്ക് എത്തണം. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ പ്രെമിസസിലേക്ക് നോക്കിയാൽ നമുക്കറിയാം സ്പൈഡർമാൻ്റെ സൂപ്പർ വില്ലൻ ആയിട്ടുള്ള ക്രേവൺ ദ ഹണ്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി അവർ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഒറിജിൻ സ്റ്റോറി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് ഒറിജിൻ സ്റ്റോറി, അതിനുശേഷം ഇതൊരു റിവെഞ്ച് സ്റ്റോറി ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്ങിന് പോകുന്ന ക്രേവനെയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷേ യൂഷ്വലി നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ കൂടുതലും ആദ്യം പോസിറ്റീവ് സംസാരിച്ച് നെഗറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഒരു പുതിയ വർഷമൊക്കെ അല്ലേ, ഒരു ചേഞ്ച് ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നെഗറ്റീവിലേക്ക് പോകാം, എന്നിട്ട് പോസിറ്റീവിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ പറയാമല്ലോ, നല്ലൊരു ദുരന്തമായിട്ടുള്ളൊരു സിനിമ പ്രതീക്ഷിച്ചാണ് ഞാനിത് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര താഴെയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ കാണാൻ പോകുന്നത് ദുരന്തമാണ്. ദുരന്തം തന്നെ എനിക്ക് തിരിച്ചിങ്ങോട്ട് ലഭിക്കുള്ളൂ എന്നുള്ളൊരു 100% ബോധപൂർവമായിട്ട് തന്നെയാണ് ഞാനിത് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് അത്ര ദുരന്തമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മോശം പടം തന്നെയാണ്. പക്ഷേ മാഡം വെബിനെയും അതുകൂടാതെ മോർണിംഗ് ടൈമിനെയും കാലം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമയായി തന്നെയാണ് ക്രേവൺ ദ ഹണ്ടർ. ഈ സിനിമയുടെ ഏറ്റവും വലിയ അപരാധം എന്താണെന്ന് വെച്ചാൽ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ആൻഡ് സ്ക്രിപ്റ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയുടെ ഡയലോഗ്സും. കാരണം ഇത് രണ്ടും ഒന്നിനൊന്ന് രണ്ടുപേരും വിചാരിക്കുവാണ്. അതായത് സ്ക്രിപ്റ്റ് വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും ശോകം, ഡയലോഗ് പറയുന്നത് അല്ല, സ്ക്രിപ്റ്റിനേക്കാളും ശോകം ഡയലോഗ്സ് ആണ്. ഇത് പിടിപ്പിച്ചവന്മാർ എന്ത് തേങ്ങ വലിച്ചു കയറ്റിക്കൊണ്ടാണ് ഇത് എഴുതിയെന്ന് എനിക്കൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. കാരണം അമ്മാതിരി തെണ്ടിത്തരമാണ് നമുക്ക് സ്ക്രിപ്റ്റിനകത്താണെങ്കിലും ക്രിഞ്ച് വർത്തിയായിട്ടുള്ള പല ഡയലോഗ്സിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. അത് ഒന്നിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കുവാണ്. കാരണം നീയല്ല ശോകം, ഞാനാണ് ശോകം, ഞാനല്ല ശോകം, നീയാണ് ശോകം എന്നുള്ള രീതിയിലാണ് നമുക്കിത് രണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് തന്നെ. അന്നും പറഞ്ഞ ഈ ഒരു സിനിമ ഞാൻ കാണും എന്ന അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ ടെറിട്ടറിയിലേക്ക് നമ്മൾ എന്താണെങ്കിലും നമ്മൾ പോകുന്നില്ല. സിനിമ കാണണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം അത്രയും നല്ല രീതിയിലുള്ള ശോകമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചുമ്മാ ഒന്ന് പോയി കുറച്ച് കാശ് ചിലവാക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പോയി കാണാവുന്നത് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഈ ഒരു സിനിമയ്ക്കകത്തുള്ള എല്ലാവർക്കും
എല്ലാവർക്കും പവേഴ്സാണ്. എവിടെ നോക്കിയാലും ഏതെവൻ്റെ കയ്യിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പവേഴ്സാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തിന് ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ ആ ഒരു കോമിക് ബുക്ക് ആക്യുറസി തന്നെ അവർ മാറ്റിക്കളഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ റീസെൻ്റ് ഇറങ്ങിയ സ്പൈഡർമാൻ 2 ഗെയിമിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ക്രേവൻ്റെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു മാസ്റ്റർ ഹണ്ടറാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് പുള്ളിക്കാരന് അക്വാമാന് മത്സ്യങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് പോലെ ഇതിനകത്ത് ക്രേവന് അനിമൽസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ പുള്ളിക്കാരന് സമൺ ചെയ്യാൻ പറ്റും. സ്റ്റാമ്പേഡൊക്കെ സമൺ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ സൂപ്പർ സ്ട്രോങ് ആണ്, അത് വേറൊരു കാര്യം തന്നെ. ആൻഡ് ഇനി വില്ലന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാളും തോൽവിയായിട്ടുള്ള കുറേ വില്ലന്മാരെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ക്രേവൻ്റെ അച്ഛൻ മുതൽ പിന്നെ ഇതിനകത്ത് ഫോറിനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അതൊന്നും ഒരിക്കലും കോമിക് ബുക്ക് ആക്യുറേറ്റ് അല്ല. പിന്നെ ആ കൂടി കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് റൈനോയെ മാത്രമാണ്. പക്ഷെ റൈനോയെ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ട് ലഭിച്ച സമയത്താണെങ്കിലും അതിൻ്റെ CGയും VFX എൻ്റെ പൊന്നോ അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇത്രയും ദുരന്തമായിട്ടുള്ളൊരു CGയും VFXും ഈ വർഷത്തിൽ ഞാൻ ആദ്യമായി കാണുന്നത്. കാരണം ഇനിയുണ്ടല്ലോ, ഈ വർഷം നമുക്ക് സ്റ്റാർട്ട് ആയത് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഇനിയും നമുക്ക് ഇതിനേക്കാളും വലിയ ദുരന്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ടെക്നിക്കലി ക്രേവൻ 2025 പടമല്ല, ഇന്ത്യയിലാണ് 2025 റിലീസ് ചെയ്തെങ്കിൽ അത് 2024 പടമാണ്. സോ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ 2024 ഏറ്റവും ശോകമായിട്ടുള്ള വിഷ്വലും CGയും വിഷ്വൽ എഫക്ട്സും വെച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നി. കാരണം റൈനോടെയൊക്കെ CGI കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് കോപ്പാണ് ഇവന്മാർ കാണിച്ചേക്കുന്നത്. കാരണം ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഒരു കാർട്ടൂൺ ഫൈറ്റ് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയാണ് നിങ്ങളോട് പറയുള്ളൂ. ഓവറോൾ ഇത് മറ്റൊരു ദുരന്തമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കൂടിയുള്ള റെഡീമിംഗ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാഡം വെബിനേക്കാളും അതുകൂടാതെ തന്നെ മോർബിയസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. എന്താണെങ്കിലും SSUവിൻ്റെ അവസാനം ഈ ഒരു സിനിമ കൊണ്ട് നമുക്ക് എന്താണെങ്കിലും ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് നമുക്ക് നോക്കാം. എടുത്ത് പറയേണ്ടത് തന്നെയാണ് ആരോൺ ടൈലർ ജോൺസൺ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ്, പുള്ളിക്കാരന് കൊടുത്തിട്ടുള്ള ഡയലോഗ്സ്, അതെല്ലാം തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ക്രിപ്റ്റനൈറ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇത്രയും പുള്ളിക്കാരൻ്റെ ബോഡി നോക്കി എത്ര റിപ്ഡ് ആയിട്ടാണ് നമുക്ക് ആരോൺ ടൈലർ ജോൺസനെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ബുള്ളറ്റ് ട്രെയിനിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഗ്രാഫ് നേരെ താഴത്തേക്ക് പോകുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണത്. സോ പിന്നെ ഇപ്പോൾ ഈ ഒരു പടം കൂടി പുള്ളിക്കാരൻ്റെ കരിയറിൽ വന്നതുകൊണ്ട് ഇനി ജെയിംസ് ബോണ്ട് ആവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് പോലും എനിക്ക് തോന്നി. പക്ഷേ പുള്ളിയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഏരിയ എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആരോൺ ടൈലർ ജോൺസൺ പുള്ളിക്കാരന് നല്ല കുറച്ച് സിനിമകൾ ആരെങ്കിലും കൊടുക്കൂ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ലഭിച്ചിട്ടുള്ളൊരു കാര്യം, ഈ സിനിമയിലെ ചില ആക്ഷൻ സീക്വൻസ് സൂപ്പറായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ സത്യം പറഞ്ഞാൽ താങ്ക് യു പറയേണ്ട ഈ ഒരു സിനിമയുടെ റേറ്റിംഗ് തന്നെയാണ്. ഇതൊരു അഡൾട്ട് റേറ്റഡ് അല്ലെങ്കിൽ R റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ബ്ലഡ് ആൻഡ് ഗോർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് കുറേയധികം കിൽസ്, അവർ കില്ല് ചെയ്യുന്ന കുറേയധികം സൂപ്പറായിട്ട് അവർക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനിങ്ങനെ ആക്ഷൻ സീക്വൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കുറേ ആക്ഷൻ കൊറിയോഗ്രഫിനകത്ത് എല്ലാം കിടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറേയധികം CGI ഞാൻ പറഞ്ഞല്ലോ റൈനോ ആയിട്ടുള്ള ഫൈറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അല്ലാതെയുള്ള കുറേ ഫൈറ്റ് സീക്വൻസ് അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 2 കാര്യം മാത്രമേ ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തെങ്കിലും രീതിയിൽ കാശും ഇന്നാലും വാല്യൂ ഫോർ മണി എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അറിയാലോ, ഇവരുടെ വാമ്പയർ മൂവിയിൽ പോലെ ഇവർ ബ്ലഡ് കാണിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് അത് വെച്ച് നോക്കണമെങ്കിൽ ക്രേവൻ ദ ഹണ്ടർ വേ ബെറ്റർ തന്നെയാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ബ്ലഡ് കാണാൻ കഴിഞ്ഞു. വാമ്പയർ സിനിമയിൽ കണ്ടില്ല, നമുക്ക് ഇവിടെ കണ്ടു. മറ്റേതിനകത്ത് നമ്മൾ ചുമ്മാ ചെറാനിലിട്ടോ ചുറ്റു എന്ന് പറഞ്ഞാൽ ഏതാണ് സാധനം വലിച്ചു കുടിക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂ ഇയർ പുതുവർഷ എന്താണ് പറയുന്നത്, എന്ത് കോപ്പെങ്കിലും ആയിട്ട് ഈ ഒരു ന്യൂ ഇയർ സിനിമയിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂ ഇയർ അപരാധം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കാണരുതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ കാശ് മുടക്കരുത്. വേറെ ഏതെങ്കിലും നല്ല സിനിമകൾ കാണുക, അല്ലെങ്കിൽ ആ കാശ് നിങ്ങൾ വേറെ എന്തെങ്കിലും നല്ല കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം പറയാം. SSUവിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന്. ഒന്നുമില്ലെന്ന് പറയുന്ന കേൾക്കാനാണ് എനിക്ക് സത്യം. പക്ഷെ നിങ്ങൾക്ക് പറയാവുന്നതാണ് SSUവിൻ്റെ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. ആൻഡ് ഒരു കാര്യം പറയാൻ പറ്റുപോയി, നമ്മുടെ ഈ സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 4 out of 10. അത് ആരോൺ ടൈലർ ജോൺസണും ഈ ഒരു ബ്ലഡ് ആൻഡ് ഗോർ ആക്ഷൻ ഇതെല്ലാം ഇതിനു വേണ്ടി മാത്രമാണ് ആ 4 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 3 കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നാലും 4 വലിയ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ റേറ്റിംഗ് ആണ്. നിങ്ങളുടെ റേറ്റിംഗ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി
ഹാപ്പി ന്യൂ ഇയർ വിഷസ് ഞാൻ നേരുന്നു. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാവുന്നത് തന്നെ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഞാൻ യൂഷ്വലി പറയുന്ന കാര്യങ്ങളൊന്നും വീണ്ടും പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.